ഷാഫി പറമ്പിൽ ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിലാണ്. പുറമേ നിന്ന് ആരും ഷാഫി പറമ്പിലിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് തന്നെയാണ് ഷാഫി പറമ്പിലിനെതിരെ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ സാംസ്കാരിക സമിതിയുടെ അധ്യക്ഷയായ MA ഷഹനാസ് ഉയർത്തിയ ആരോപണമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്ന സമയത്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വളരെ മോശമായ സന്ദേശങ്ങൾ എനിക്കും അയച്ചിരുന്നു എന്ന്. കൃത്യമായും തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് എന്നാണ് MA ഷഹനാസ് പറഞ്ഞത്. അത് മുഖവിലക്കെടുത്തില്ല അന്ന് ഷാഫി പറമ്പിൽ എന്നാണ് ആരോപണം. അന്നു മുതൽ സംശയത്തിൻ്റെ ദൃഷ്ടിയിലാണ് ഷാഫി പറമ്പിൽ. ആരോപണങ്ങൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉയർന്നു വരുന്നു. കാരണം ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് സംശയത്തിൻ്റെ മുന ഷാഫി പറമ്പിലേക്ക് നീങ്ങുന്നത്. ഇപ്പോഴിതാ കോൺഗ്രസ് MLA, കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ മാത്യു കുഴൽനാടൻ ഗുരുതരമായ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നം? അത് കോൺഗ്രസിനെ എങ്ങനെ ബാധിച്ചു? എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ വളർന്നു വന്നു എന്നതിനെക്കുറിച്ച് വിശദമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ മുനകളുണ്ട്. ആ മുനകൾ ചെന്ന് തറക്കുന്നത് ഷാഫി പറമ്പിലാണ്, K സുധാകരനിലാണ്, എന്തിനേറെ പറയുന്നു VD സതീശനിലാണ്. VD സതീശൻ ആദ്യഘട്ടത്തിൽ കൊണ്ട് നടന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിയത്. അതിന് ഷാഫി പറമ്പിലിൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ യുവനിര എന്നാണ്, യൂത്ത് ടീം എന്നാണ് VD സതീശൻ ഇവരെ വിശേഷിപ്പിച്ചത് എന്നുകൂടി മറന്നുപോകരുത്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് കോൺഗ്രസിനെതിരെ, കോൺഗ്രസ് നേതാക്കൾക്കെതിരെ. അതോടൊപ്പം കോൺഗ്രസ് എന്ത് ചെയ്യണം എന്ന നിർദ്ദേശവും നൽകുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മാത്യു കുഴൽനാടൻ. ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ഞാൻ ഇതുവരെ പ്രതികരിച്ചിരുന്നില്ല. ഒരു സഹപ്രവർത്തകന്റെ വീഴ്ചയിലുള്ള വേദന പങ്കുവെച്ചുകൊണ്ട് തുടങ്ങട്ടെ. ഇപ്പോൾ തൽക്കാലത്തേക്ക് എങ്കിലും ആ അധ്യായം അടഞ്ഞിരിക്കുന്നു. എന്നാൽ പാർട്ടിക്കും നമ്മൾ പ്രവർത്തകർക്കും ഈ എപ്പിസോഡിൽ നിന്നും ധാരാളം പഠിക്കാനുണ്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ. ഈ വിഷയത്തിൽ ധാരാളം പേരുടെ എഴുത്തുകൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ എൻ്റെ പാർട്ടിയോടും സഹപ്രവർത്തകരോടും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ ഞാൻ എഴുതുന്നതിലും നന്നായി എഴുതിയത് ഇവിടെ ചേർക്കുന്നു. ഇതിലെ വിമർശനങ്ങളിൽ നിന്നും മുക്തനായി നിൽക്കുന്നവൻ അല്ല ഞാൻ എന്ന ഉത്തമ ബോധ്യത്തോടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയിരുത്തലുമായി ഇത് സമർപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. മറ്റൊരാൾ എഴുതിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റുന്നത് ആര്? മാത്യു കുഴൽനാടൻ. അത് മാത്യു കുഴൽനാടൻ്റെ അഭിപ്രായവും കൂടിയാണ്. അത് ചർച്ച ചെയ്യണം എന്നതുകൊണ്ടാണ് ഇത്തരം ഒരു പോസ്റ്റ് പങ്കുവയ്ക്കുന്നത് മാത്യു കുഴൽനാടൻ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി കാര്യത്തിലേക്ക് കടക്കാം. അതിൽ ആദ്യത്തെ പാരഗ്രാഫ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഇങ്ങനെയാണ്: സെലിബ്രിറ്റി രാഷ്ട്രീയക്കാർ കൃത്രിമമായി നിർമ്മിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ യാഥാർത്ഥ്യങ്ങളുടെയും പ്രസ്ഥാന മൂല്യങ്ങളുടെയും വില കുറഞ്ഞിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം ഈ മാറിപ്പോയ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ്. ഒരു പാർട്ടി 25ലേറെ മുതിർന്ന നേതാക്കളുമായി ആലോചിച്ച് എടുത്ത ശിക്ഷാ നടപടി തന്നെ ചിലർക്ക് ദഹിക്കാനാവാതെ പോവുകയും അവർ പൊട്ടിത്തെറിച്ച പ്രതികരണങ്ങളിലൂടെ പ്രസ്ഥാനത്തിൻ്റെ നൈതിക ബലം തന്നെ ക്ഷയിപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഈ വിവാദം ഒരു വ്യക്തിയുടെ തെറ്റിൽ നിന്ന് ഒരു വലിയ സംഘടനാ രോഗത്തിൻ്റെ ലക്ഷണമായി മാറിയത്. രാഷ്ട്രീയ പ്രവർത്തനം സെലിബ്രിറ്റികളുടെ കയ്യിൽ ഏൽപ്പിച്ചപ്പോൾ അവർ പ്രസ്ഥാനത്തെ സംരക്ഷിക്കാതെ വ്യക്തികളെ സംരക്ഷിക്കുന്ന ഒരു വാണിജ്യ ചിന്തയിലേക്ക് വഴുതിപ്പോയി. ഉമ്മൻചാണ്ടിയെ പോലുള്ള അപൂർവ രാഷ്ട്രീയ പ്രതിഭയെ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഉപമിക്കുന്നത് പോലെയുള്ള അസംബന്ധ കാഴ്ചകൾ ഇതിൻ്റെ തെളിവാണ്. ഇത്തരം താരതമ്യങ്ങൾ ഉയർന്നത് വ്യക്തിയോടുള്ള പ്രസക്തികെട്ട ആരാധനയുടെ അമിതവൽക്കരണമാണ്. രാഷ്ട്രീയത്തിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തോടോ നേതാക്കളുടെ ജീവിതപരമായ അർത്ഥത്തോടോ ഇതിന് ബന്ധമില്ല. രാഹുലിൻ്റെ അതിവേഗ പതനത്തിന് ഉത്തരവാദിത്വം ചോദിക്കേണ്ടതാകട്ടെ അദ്ദേഹത്തെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് നൽകിയവരോടാണ്. അനന്തരഫലങ്ങളെ പരിഗണിക്കാതെ ആവേശപരമായ പ്രോത്സാഹനം നൽകിയവർ തന്നെ അദ്ദേഹത്തെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിരിക്കുന്നു. അറിയാതെ വളർത്തിയവർ തിരുത്തി, അറിഞ്ഞും വളർത്തിയവർ തിരുത്തേണ്ട ഘട്ടത്തിലും മിണ്ടാതിരുന്നത് പ്രശ്നത്തെ അസ്വാഭാവികമായി വളർത്തി എന്നാണ്.
ആരാണ് രാഹുൽ മാങ്കൂട്ടത്തെ അതിവേഗം വളർത്തിയത്? അവരാണ് തിരുത്തേണ്ടത്. ആരാണ് ഈ പ്രോത്സാഹനം നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിന്? അവർ തിരുത്തേണ്ട സമയമാണ്, തിരുത്തി മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തെ അതിവേഗം വളർത്തിയത്? അതിലൊന്ന് ഷാഫി പറമ്പിലാണ്, രണ്ട് വി.ഡി. സതീശനാണ്, അന്നത്തെ കോൺഗ്രസിന്റെ ഭാരവാഹികളാണ്. അവർ കെ.സി. വേണുഗോപാൽ വരെയുണ്ട് അതിൽ. ഇവരെല്ലാം ചേർന്നാണ് അതിവേഗം വളർത്തിയത് രാഹുൽ മാങ്കൂട്ടത്തെ. അതിൽ ഒന്നാം പ്രതി ഷാഫി പറമ്പിലാണ്, രണ്ടാം പ്രതി വി.ഡി. സതീശനാണ് ആദ്യഘട്ടത്തിൽ. അവസാന ഘട്ടത്തിൽ അദ്ദേഹം നിലപാട് മാറ്റി. പക്ഷേ ആദ്യഘട്ടത്തിൽ അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തെ വളർത്തുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയിരുന്നു. എന്താണ് പറയുന്നത്? അത് ഒന്നുകൂടി വായിക്കാം. രാഹുലിന്റെ അതിവേഗ പതനത്തിന് ഉത്തരവാദിത്വം ചോദിക്കേണ്ടതാകട്ടെ അദ്ദേഹത്തെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് നൽകിയവരോടാണ്. അനന്തര ഫലങ്ങളെ പരിഗണിക്കാതെ ആവേശപരമായ പ്രോത്സാഹനം നൽകിയവർ അദ്ദേഹത്തെ ഇപ്പോഴത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിയിരിക്കുന്നു. അറിയാതെ വളർത്തിയവർ തിരുത്തി, അറിഞ്ഞും വളർത്തിയവർ തിരുത്തേണ്ട ഘട്ടത്തിലും മിണ്ടാതിരുന്നത് പ്രശ്നത്തെ അസ്വാഭാവികമായി വളർത്തി എന്ന്. ഒരു സംശയം വേണ്ട, വിരൽ ചൂണ്ടുന്നത് ഷാഫി പറമ്പിലേക്ക് തന്നെയാണ്. ആരാണ് വിരൽ ചൂണ്ടുന്നത്? മാത്യു കുഴൽനാടനാണ്. കോൺഗ്രസിനകത്ത് തുടങ്ങിയിരിക്കുന്നു ചർച്ച. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിലപാടുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത് കോൺഗ്രസിൽ ഒരു വിഭാഗം ആസ്വദിക്കുകയും അതിനെല്ലാ പ്രോത്സാഹനവും ചെയ്യുകയും ചെയ്തിരുന്നു. അതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ പ്രതിഷേധം ഉയരുന്നത്. അത് വളർന്ന് ഈ നേതൃത്വത്തിന് എതിരെയുള്ള വലിയ പ്രതിഷേധമായി മാറും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. മാത്യു കുഴൽനാടനെ പോലെയുള്ള നേതാക്കൾ തന്നെ പരസ്യമായി പ്രസ്താവനയുമായി, ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്തു വരുന്നത് കോൺഗ്രസിനെ വല്ലാതെ അലട്ടും. കോൺഗ്രസിന് അത് വലിയ തലവേദനയാകും എന്ന കാര്യത്തിൽ സംശയമില്ല. നാളെ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യും.